ഈ ബോംബ് പൊട്ടുന്നു പറയുന്നതല്ലാതെ ഇതൊന്നും പൊട്ടുന്നത് നമ്മൾ കാണുന്നില്ല. ആ ആക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി പോലും ആ ആക്ഷന് മുന്നിൽ തോറ്റുപോകും. ശ്രീ അരുൺകുമാർ, കേരള രാഷ്ട്രീയത്തിൽ ബോംബുകൾ ഓരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വലിയ വാർത്ത വരും എന്ന്. അങ്ങനെ വന്ന വാർത്തകളിൽ ഒന്നാണ്. അത് വലുതാണോ ചെറുതാണോ എന്നിപ്പോൾ കോൺഗ്രസ്സുകാർ ഉറപ്പിച്ചു പറയുന്നില്ല. ഇതല്ല, ഇനിയും വരാനുണ്ട് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ BJP വൈസ് പ്രസിഡന്റിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലേ? അല്ല, ഇവിടെ ഈ ബോംബ് പൊട്ടുന്നു പറയുന്നതല്ലാതെ ഇതൊന്നും പൊട്ടുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആ ബോംബ് ശരിക്കും മുഖം നോക്കിയുള്ള അടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇന്ന് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ഈ രാജ്യത്ത് തന്നെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീ വി ഡി സതീശനെതിരെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അത് കെ ഫോണുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയായിരുന്നു ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും തോളിൽ കൈയിട്ട്, ആദ്യമായിട്ടായിരിക്കും അവർ തോളിൽ കൈയിട്ടൊക്കെ പോകുന്നത്. ഒരൊറ്റ കാര്യത്തിന് പോയി ഇങ്ങനെ ഒരു കേസ് കൊടുത്തു. അതാണ് വളരെ കൃത്യമായി നിശ്ചിതമായി വിമർശിച്ച് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ഇന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഉയർത്തിയ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരാരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, 2-3 ദിവസം കൊണ്ട് ബലൂൺ പൊട്ടുന്നത് പോലെ ഇത് പൊട്ടി നശിച്ചു പോയിട്ടുണ്ട്. ഇദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താ, ആ ആക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി പോലും ആ ആക്ഷന് മുന്നിൽ തോറ്റുപോകും. ഇന്ന് പറഞ്ഞത് ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ബോംബ് പൊട്ടിക്കേണ്ട, പ്രത്യാരോപണം ആരോപിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ CPM-ഓ BJP-യോ അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടിനെതിരെ ഇത്ര ഗൗരവമായിട്ടുള്ള പരാതി ഉന്നയിച്ചത്. അവരുടെ കൂടെ അവരുടെ പ്രവർത്തകയായി ഇത് ജോഡോ യാത്രയിൽ വരെ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിലെല്ലാം പങ്കെടുത്ത സോഷ്യൽ മീഡിയയിൽ ആവേശത്തോടെ പോസ്റ്റ് ഇടുന്ന ഒരു യുവനടി മുതൽ നിരവധി ആളുകൾ അവരുമായി യോജിച്ച് നിൽക്കുന്നവർ തന്നെയാണ് പരാതികളും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അത് ഗൗരവമായി പരിഹരിക്കാൻ ശ്രമിക്കാതെ തിരിച്ചു ബോംബ് വരും, CPM നോക്കിക്കോ എന്നും പറഞ്ഞ് വിരൽ വീശുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നെ BJP ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ബദൽ കൊണ്ടുവരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യം. അരുൺകുമാർ, BJP-ക്കെതിരെ വന്ന ബദൽ നിങ്ങൾക്കൊട്ടും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണോ? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത ആരോപണമാണെന്നാണോ? അതിലൊരു പ്രശ്നം അല്ല, അതിലൊരു പ്രശ്നം ഇവിടെ കുടുംബ പ്രശ്നമായിട്ടോ സ്വത്ത് പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് നാളായിട്ട് നിലനിൽക്കുന്ന കേസുകളാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ അത് കോടതി വിചാരണ നടത്തി ട്രയൽ പൂർത്തീകരിച്ച് വെറുതെ വിട്ട കേസാണ് എന്നതാണ് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ ഈ പരാതി സബ്സിക്വന്റ് ആയിട്ടുള്ള പരാതിയാണെന്നും അതിൽ മറ്റു തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റിന്റെ ഉള്ളടക്കങ്ങൾ ഉണ്ട് എന്ന രൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു. ഏതായാലും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്താൽ ആ കേസ് കൊണ്ട് നിയമപരമായി നടപടിയെടുക്കാൻ കഴിയില്ല. പോലീസിന്റെ മുന്നിലാണ് വരുന്നതെങ്കിൽ പോലീസ് അത് കൃത്യമായിട്ട് പരിശോധിക്കും. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളത് വെൻ, വെയർ, ഹൗ, ബൈ ഹൂം എന്നതാണ്. ആര്, എപ്പോൾ, എങ്ങനെ, ആര്, എവിടെ വെച്ച്, ആർക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ ട്രയൽ നടത്തി വെറുതെ വിട്ട കേസുകൾ അത് നടന്ന അതേ തീയതി തന്നെയാണോ ഇപ്പോഴുള്ള പരാതിയുടെ ഡേറ്റ്? അതേ സംഭവം തന്നെയാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറയാത്ത മറ്റൊരു ഡേറ്റിൽ നടക്കുന്ന മറ്റൊരു ഹൈക്കോടതിയിലെ അഭിഭാഷകനല്ലേ ട്രയൽ നടത്തി വെറുതെ വിടപ്പെട്ട ഒഫൻസുകൾ IPC സെക്ഷൻ 341, 323, 324 ആണ്. അതായത് ഈ സെക്ഷൽ അസോൾട്ട് എന്ന ചാർജ് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടില്ല. അതിലൊരു പ്രശ്നമുള്ളത്, ഒരേ ദിവസം ഒരേപോലെ നടന്ന കേസുകളാണ് എങ്കിൽ ആ കേസിൽ അന്ന് വകുപ്പൊന്നും കൂട്ടിച്ചേർക്കാതെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാതെ ഒരേ സംഭവത്തിൽ ഇപ്പോൾ അഡീഷൻ നടത്തി ട്രയൽ പൂർത്തീകരിച്ചതിന് ശേഷം അന്ന് ഇന്ന സമയത്ത് ഇന്ന ദിവസം നടന്ന ഒരേ സംഭവത്തിൽ ഇന്ന വകുപ്പ് കൂടി ഉൾപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇന്ന വകുപ്പിന് ഉപോത്പലകമാകുന്ന സാഹചര്യം കൂടി നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു ദിവസം പറഞ്ഞ ഒരു കാര്യം, അന്നത്തെ ആ പരാതിയിൽ സെക്ഷൽ ഒഫൻസ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു, പരാതിക്കാരിയുടെ പരാതിയിൽ അതുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ആ വകുപ്പുകൾ ചേർത്തിട്ടില്ല. അവരുടെ അന്വേഷണത്തിൽ അതിനുശേഷം കോടതിയിലേക്ക് ചാർജസ് പോയപ്പോൾ കോടതി വിചാരണ നടത്തിയപ്പോഴൊന്നും ആ ചാർജസ് വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പോലീസ് ആ വകുപ്പുകൾ എന്തായാലും ചേർത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് എന്തുകൊണ്ടായിരിക്കും?
പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പോലീസ് FISന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തില്ല എങ്കിൽ പിന്നീട് അവർക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അല്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. ഞാൻ ഇന്ന ദിവസം കൊടുത്ത പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇന്നതാണ്, പക്ഷെ എനിക്ക് ഈ വകുപ്പ് പോരാം, വളരെ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് നടന്നിരിക്കുന്നു, എന്റെ മോഡസ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലിഗേഷൻ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്ന് പറയാം. അതിനുശേഷം കോടതിയിൽ ഈ സാക്ഷികളെ വിസ്തരിക്കുമല്ലോ, കംപ്ലൈന്റിന്റെയും മറ്റ് സാക്ഷികളെയും വിസ്തരിക്കുമ്പോൾ അവർക്ക് അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാലോ. അതല്ലേ ഏറ്റവും ആധികാരികമായിട്ടുള്ള മൊഴി. പോലീസിന് കൊടുക്കുന്ന മൊഴി എന്ന് പറഞ്ഞാൽ 161 സ്റ്റേറ്റ്മെന്റ് വെറും പേപ്പറിന്റെ വാല്യൂ ഉള്ളൂ. കോടതിയിൽ വന്ന മജിസ്ട്രേറ്റ് എഴുതിയെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർത്ത് തനിക്കെതിരെ നടന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ചാർജ് അഡീഷൻ നടത്തും. ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണം, 376 അല്ലെങ്കിൽ 354 കൂട്ടിച്ചേർക്കും. 376 ആണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിന് ട്രയൽ നടത്താൻ അധികാരമില്ല, നേരെ സെഷൻസ് കോടതിയിലേക്ക് കേസ് അയക്കും. അത്തരത്തിൽ ഒരു സാഹചര്യവും നടന്നിട്ടില്ല എന്നതാണല്ലോ ഈ വിധിന്യായത്തിന്റെ പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിധി പറഞ്ഞ് ഇത്ര നാളായിട്ടും തനിക്കെതിരെ അതിക്രമം നടത്തായി ഇതിലെ സ്ത്രീ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കൂട്ടിച്ചേർത്താൽ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. ഏതായാലും പോലീസിന്റെ മുന്നിൽ പരാതി ഉണ്ടെങ്കിൽ പോലീസ് പരിശോധിക്കട്ടെ.